وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالجواب. أما بعد فإني أوصيكم وإياي بتقوى الله. ബഹുമാനമുള്ള അധ്യക്ഷൻ കുഞ്ഞാലി ഡോക്ടർ സാഹിബ് അവർ, വേദിയിൽ ഉപവിഷ്ടായ എ ടി മുഹമ്മദ് ബഷീർ MP അടക്കമുള്ള മേയർ അടക്കമുള്ള രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങൾ, കോഴിക്കോട് ഹാളി മുഹമ്മദ് കോയ തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ ഏറ്റവും ബഹുമാനവും ആദരവുള്ള വ്യക്തിത്വങ്ങൾ, വിശിഷ്യ ഈ കാളി ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ, സദസ്സിലുള്ള ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കോഴിക്കോട് മുഖ്യ ഖാദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നാലകത്ത് മുഹമ്മദ് കോയ ബാക്കവി അവരുടെ നാമധേയത്തിൽ നൽകപ്പെടുന്ന ഈ അവാർഡ് അത് സ്വീകരിക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയൊരു അനുഗ്രഹം ചെയ്തു വന്നു എന്ന നിലക്ക് ഇതിനോട് ബന്ധപ്പെട്ട ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ നിലക്കും നന്ദിയും സന്തോഷമൊക്കെ രേഖപ്പെടുത്തുകയും എല്ലാവിധ ഗുണത്തിനു വേണ്ടി ഇത് വാഴ ചെയ്യുകയും ചെയ്യുന്നു. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട ഖാദിമാരെ, നാലകത്ത് മുഹമ്മദ് കോയ ബാക്കവി അടക്കമുള്ള ഖാദിമാർ, അവരൊക്കെ വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, ആ തത്വങ്ങൾ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ് ഇവിടെ. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ മതമൈത്രിയും മറ്റ് സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനമാണ്. സമാധാനത്തിൻ്റെ പേരിലാണ് ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് നന്മയുടെ പേരിലാണ് ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. മറ്റൊന്ന് ബഹുമാനാദരവിൻ്റെ പേരിലാണ് ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. മറ്റൊന്ന് വിനയത്തിൻ്റെ പേരിലാണ് ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. അങ്ങനെ ഉത്തമമാവുന്ന ഒരുപാട് ഗുണങ്ങൾ, എല്ലാവരെയും ആദരിക്കുക, അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് നമ്മോട് കൽപ്പിച്ചത്. ഇദാ അതാകും കരീമുൽ ഖൗം ഫഅക്രിമൂഹു. ഏതൊരു സമുദായത്തിലുള്ള ഒരു നേതാവ് വന്നാൽ അവൻ നിങ്ങൾ ആദരിക്കണം. അതുകൊണ്ടാണ് വായിൽ ഇബ്നു ഹുജർ